ക്ഷേത്രത്തിൽ 5 അത്ഭുത കിണറുകൾ. കടൽക്കരയെ ഒന്നാകെ വിഴുങ്ങിയ സുനാമി തിരകൾ പോലും ഒന്നെത്തി നോക്കാത്ത ഒരു മഹാക്ഷേത്രം. അടച്ചുറപ്പും മേൽക്കൂരയുമില്ലാത്ത ശ്രീകോവിലിന് മുന്നിലെ ആൽമരത്തിൽ അധിവസിക്കുന്ന ദേവിയുടെ കഥയാണ്. കരുനാഗപ്പള്ളിയിലെ പൊന്മനയ്ക്കടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടത്രേ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവീക്ഷേത്രം ആയിരക്കണ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ വിശ്വാസമുള്ള ഇടങ്ങളാണ്. ഞങ്ങളുടെ പ്രദേശത്തെ നാട്ടിൻ്റെ സകലയുടെ ഐശ്വര്യവും ഈ കാട്ടിലൊക്കെ ദേവീക്ഷേത്രമാണ്. കാട്ടിൽ അമ്മ എന്ന് പറയുന്നത് തന്നെ ഇതിനൊക്കെ പ്രത്യേക ഒരു വികാരമാണ്. കാരണം ഏത് കാര്യങ്ങളും ഈ അമ്മയുടെ അമ്മ എന്ന് പറഞ്ഞാൽ സാധിക്കും. കടലിനും കായലിനും ഇടയിലാണ് ഈ ക്ഷേത്രം. കടൽ തിരകൾ എപ്പോഴും ഈ ക്ഷേത്രമുറ്റത്തേക്ക് അടിച്ചു കയറിക്കൊണ്ടേയിരിക്കും. അടച്ചുറപ്പോ മേൽക്കൂരയോ ഇല്ലാത്ത ഒരു ക്ഷേത്രമാണിത്. ആർത്തലച്ച് കയറി വരുന്ന തിരമാലകൾ ശ്രീകോവിലിനുള്ളിലേക്ക് പുണ്യതീർത്ഥം പോലെ വന്നു വീഴുന്നു. തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിനകത്ത് മേൽക്കൂരയില്ല. ആ മേൽക്കൂരക്കകത്തൂടെ ഈ തിരമാലകൾ ദേവിയുടെ ദേഹത്ത് വീഴുന്നുണ്ട്. ഈ ശ്രീകോവിലിന്റെ മേൽവശം മൂടിയിട്ടില്ല. മഴയും വെയിലും കടലിന്റെ ജലവും എല്ലാം ഏറ്റിരിക്കുകയാണ്. ഈ ശ്രീകോവിലിന്റെ മേൽ മൂടണമെങ്കിൽ പൂർവ്വക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ ദേവിക്ക് ദർശിക്കത്തക്കോണം ഉയർത്തിക്കെട്ടിയാൽ മാത്രമേ ഈ ശ്രീകോവിലിന്റെ മേൽ മൂടാൻ പറ്റൂ എന്നുള്ളതാണ് ദർശനം, ദേവീ ദർശനം. ക്ഷേത്രമുറ്റത്ത് ഒരു പേരാലുണ്ട്. കാലങ്ങളുടെ പഴക്കമുള്ള ഒരു പേരാൽ. കാട്ടിലമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ദേവി അധിവസിക്കുന്നത് ഈ മരത്തിലാണത്രേ. കാട്ടിലമ്മ അതിൽ വാങ്ങിക്കുന്ന വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. എന്തൊക്കെ ആവശ്യം മണി കെട്ടുന്നത്? മണി അമ്മ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടി കിട്ടുന്നുണ്ട്. ദിനേന 100 കണക്കിന് ആളുകൾ ഈ മരം കാണാനെത്തുന്നു. ഈ മരത്തിൽ മണി കെട്ടിയാൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതൊരു അത്ഭുത പേരാലാണ് അപ്പുറത്ത് കാണുന്നത്. അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഏത് ബലം വെച്ച് മണി കെട്ടിയാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നതാണ്. സാധിച്ചിരിക്കും. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്ന് ക്ഷേത്രത്തിലെ മണി പൂജിച്ച് 7 പ്രാവശ്യം വലം വെച്ച് അവരുടെ ഉദ്ദിഷ്ട കാര്യം എന്താണോ അത് സാധിക്കാൻ വേണ്ടി ഇവിടെ കിട്ടുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് അവർക്ക് ഫലം ഉണ്ടായതിൻ്റെ പേരിൽ വീണ്ടും ആളുകൾ കൂടുതൽ വന്നുകൊണ്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്തർ കെട്ടിയ മണിയുടെ ഭാരം താങ്ങാനാവാതെ ഒരിക്കൽ ഈ പേരാൽ ഒടിഞ്ഞു. അന്ന് ഈ മരത്തിൽ നിന്ന് അഴിച്ചെടുത്ത മണികൾ മാത്രം 30 ചാക്കുണ്ടായിരുന്നു. കെട്ടിയിട്ടുള്ള മണികൾ ഒരുപാട് വെയിറ്റ് താങ്ങാൻ ചില ക്ഷീരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുകയും അത് ഞാൻ കുറച്ച് പൊഴി വീഴുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ സംഭരിച്ച് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവരെ കൊടുത്തിട്ടില്ല. ആ മണികൾ കംപ്ലീറ്റ് ഇവിടെ ഒരു 10-30 ചാക്കോളം മണി ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്ര സമിതിയിൽ സെക്രട്ടറി ആയിരിക്കുന്നവർക്ക് സർക്കാർ ജോലി കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെക്രട്ടറിയാകാൻ ആളുകളുടെ തിക്കും തിരക്കുമാണ്. ഈ ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഇരുന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരും, അതായത് ഇന്ന് വരെ
ഈ ക്ഷേത്ര ഭരണസമിതി ഓഫീസ് സെക്രട്ടറിയുമായിട്ട് ഇരുന്ന എല്ലാവരും, അതായത് ഇപ്പോൾ ഇരിക്കുന്നവരുൾപ്പെടെ ഉള്ളവർക്കെല്ലാം സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരിക്കൽ ഞാനും ഇവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ക്ഷേത്രത്തിൽ മണികെട്ടിയതിന്റെ ഫലമായിട്ട് എനിക്ക് ജോലി കിട്ടി. സർക്കാർ ജോലിന് ഇവിടെ KMML MS യൂണിറ്റ് എന്ന് പറയും. ഞാൻ 5 കണ്ട് സ്വർണ്ണം കൊടുത്ത് എൻ്റെ മോനെ ഏരി കിട്ടി. പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ സഹായിച്ചു തരുന്നുണ്ട്. അതുപോലെ ഓരോരോ കാര്യങ്ങളും ഞാൻ നടത്തുന്നുണ്ട് അവിടെ. കരയെ ആകെ വിഴുങ്ങിയെത്തിയ സുനാമി തിരകൾ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെയായിരുന്നു. എന്നാൽ അന്നും ഈ ക്ഷേത്ര പരിസരത്ത് പോലും കടൽ കയറിയില്ലത്രേ. ഒരു ദിവസം ഈ ശക്തമായ സുനാമി ഒരു 11 മണിയോടുകൂടി ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ അമ്പലത്തിൻ്റെ നേരെ ഒരു വശത്താണ്. അപ്പം കടല് ഇങ്ങനെ പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ ചെളിയും വെള്ളം കൂടി ഇങ്ങനെ ഇടിച്ചു കയറി അമ്പലത്തിൻ്റെ ആ വടക്കേ സൈഡിൽ കൂടെ ഈ തെക്കേ സൈഡിൽ കൂടെ ഇതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്തൂടെ ചെളിയും വെള്ളവും നല്ല പൊക്കത്തിൽ ഒഴുകി അങ്ങോട്ട് വരുമായിരുന്നു. അന്നങ്ങ് കനാലിൽ ഭാഗത്തൊക്കെ കണക്കിനുള്ള വെള്ളമാണ് ഇടിച്ചു കയറി വന്നത്. അങ്ങനെ ഓടി അമ്പലത്തിൽ എഴുതി നോക്കാമല്ലോ എന്ന് വെച്ച് വന്നപ്പോൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഈ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക്, എന്നുവെച്ചാൽ ക്ഷേത്രത്തിൻ്റെ അങ്ങേ വശത്തൂടെയും ഇങ്ങേ വശത്തൂടെയും വെള്ളം 1 കിലോമീറ്റർ ദൂരമുള്ള ടീസ് കനാലിൽ വരെ എത്തത്തക്ക രീതിയിലെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിലും അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഈ കോമ്പൗണ്ടിനകത്ത് കയറിയിട്ടില്ല. സുനാമിത്തിര വന്നപ്പോൾ ക്ഷേത്രം തെക്കുവശവും വടക്കുവശവും ആഞ്ഞടിച്ചപ്പോൾ ഈ ക്ഷേത്ര കോമ്പൗണ്ടിന് ഉള്ളിലേക്ക് മാത്രം ജലം കയറിയില്ല. പ്രദേശത്തെ മനുഷ്യരെല്ലാവരും ജീവന് വേണ്ടി അന്ന് പരക്കം പായുകയായിരുന്നു. ദാഹാർത്തമായ തിരകൾ കൺമുന്നിലുള്ളതൊക്കെയും അപഹരിച്ചു മടങ്ങുമ്പോൾ പരിസരവാസികൾ അഭയം തേടിയത് ഈ ക്ഷേത്രമുറ്റത്തായിരുന്നത്രേ. എല്ലാവരും പടിഞ്ഞാറാണല്ലോ ക്ഷേത്രം, പടിഞ്ഞാറ് അറ്റത്ത് ക്ഷേത്രം ആയതുകൊണ്ട് തൊട്ട് കിഴക്കോട്ട് കിടക്കുന്ന ആളുകളെല്ലാം അമ്പലത്തിനൊരു ബന്ധമായിക്കാണോ എന്നുള്ള ഒരു രീതിയിൽ വെപ്രാളത്തോട് കൂടി ക്ഷേത്രത്തിലെത്തുകയും ഇവിടെ വരുമ്പോൾ ക്ഷേത്രത്തിൽ ഈ ഒരു സംഭവമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ നടന്നതായ ഒരു ചിത്രം പോലും ക്ഷേത്രത്തിലില്ല. എന്നുവെച്ചാൽ അത് നല്ല രീതിയില്ല, ഒരു നല്ല ഒരു ശക്തി ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നുള്ളത് നാട്ടുകാർക്ക് വളരെ ബോധ്യപ്പെടുത്തക്ക രീതിയില്ല. അമ്പലത്തിന്റെ ചുറ്റുവസ്ഥയിൽ ഭീകരമായ അന്തരീക്ഷമായിരുന്നു. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് അപ്പുറത്താണ്. അവിടെ നിന്നൊരു പ്ലാന്റ് സ്ഥിതി ചെയ്യുക. ഞങ്ങൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ കഴിഞ്ഞത് ഭയങ്കരമായ തിരമാലകൾ കയറി ഇറങ്ങുവാണ്. അവിടുന്ന് ഇവിടുന്ന് കയറി ഇറങ്ങുകയാണ് ഭയങ്കരമായിട്ട്. ഞങ്ങളുടെയൊക്കെ ഈ അരയ്ക്കും വെള്ളമായി. പക്ഷെ അപ്പോഴും ധാരാളം ജനങ്ങൾ ഓടി വരികയും ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. അവിടെ എല്ലാം അപ്പുറം ഇപ്പുറം എല്ലാം വെള്ളമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ സമയത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരു അഭയകേന്ദ്രമായിരുന്നു ഇവിടെ. തീർച്ചയായും ഇവിടെ ഒരു അഭയകേന്ദ്രം തന്നെയായിരുന്നു. ഈ ക്ഷേത്രത്തിന് ഇത്രയേറെ ശക്തി ഉണ്ടാവാൻ എന്താണ് കാരണം? ഇവിടുത്തെ അത്ഭുത കിണറുകളുടെ കഥയ്ക്ക് പിന്നിൽ എന്താണ്? വിശ്വാസികൾക്ക് പറയാൻ അനുഭവങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. ചേര രാജാക്കന്മാരുടെ കാലത്ത് ഇവിടെ ഒരു തുറമുഖമുണ്ടായിരുന്നത്രേ. അന്ന് അവതരിപ്പിച്ച ക്ഷേത്രമാണിതെന്നാണ് വിശ്വാസം. ഈ പ്രദേശം ഏതാണ്ടൊരു 1600 കാലഘട്ടത്തിൽ തുറമുഖ പ്രദേശമായിരുന്നു. അന്നത്തെ കാലത്ത് ജനങ്ങളുടെ സഞ്ചാരവും ഗതാഗതവും വികസനവും എല്ലാം തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ചേരൻ ചെങ്കിട്ടവൻ എന്ന് പറയുന്ന പഴയ ചേരരാജ്യത്തിൻ്റെ രാജാവ് കൊടുങ്ങല്ലൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയോടൊപ്പം തന്നെ അതേ നൂറ്റാണ്ടിൽ ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ദേവീപ്രതിഷ്ഠ നടത്തി എന്നാണ് ചരിത്രം. ആ ദേവീപ്രതിഷ്ഠ നടത്തിയതിൽ ഒരു ദേവീപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് ഇവിടം. പിൽക്കാലത്ത് ആര്യദ്രാവിഡ സംഘടനകൾക്ക് ഇവിടം വേദിയായി. അന്ന് ആര്യന്മാരാൽ ഈ ക്ഷേത്രം മുന്നിപ്പെടുകയായിരുന്നു.
തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ആര്യദ്രാവിഡ സംഘടന ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ ഇവിടെ മനകളുടെ നാടായിരുന്നു. ഈ പൊന്മന എന്ന് പറയുന്ന പ്രദേശം ശങ്കരാചാര്യരുടെയോ പരശുരാമന്റെയോ കാലത്ത് ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്ന് ദ്രാവിഡ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ച് ആര്യദ്രാവിഡ സങ്കര സമൂഹം ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്തിൽ ഈ പ്രദേശമാകെ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ദ്രാവിഡ സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ച് ആര്യദ്രാവിഡ സങ്കര സമൂഹമായ ഒരു പ്രദേശമാണ് ഈ പൊന്മന എന്ന് പറയുന്ന പ്രദേശം. മനകളുടെ നാടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ക്ഷേത്രവും ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കടൽ മാർഗമുള്ള ആര്യദ്രാവിഡ സംഘടന വന്നപ്പോൾ ഇവിടുന്ന് ആളുകൾ പലായനം ചെയ്തു, താമസിക്കാനൊക്കാതെ വന്നു. അതാണ് ഈ ജലഗതാഗതം, ഉൾനാടൻ ജലഗതാഗതത്തിലൂടെ ചെങ്ങന്നൂർ മുതലായ പ്രദേശങ്ങളിലേക്ക് താമസം മാറിപ്പോയി. പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അവരുടെ തലമുറക്കാർ തിരിച്ചു വന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ പൂർവ്വ ക്ഷേത്രം സ്ഥാപിക്കുകയും ഈ പ്രദേശങ്ങൾ വസിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് ചരിത്രം. പിൽക്കാലത്ത് ഇവിടെ വെച്ച് പലർക്കും ദേവീ ദർശനമുണ്ടായിരുന്നു. ഇവിടം പുണ്യഭൂമിയാണെന്ന വിശ്വാസം ഇതോടെ പ്രബലമായി. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ജലമാർഗം ഈ ദേശീയ ജലപാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏതോ രാജകാര്യങ്ങളിൽ ചിന്താധീനനായി മനസ്സ് കലുഷമായി ഈ പള്ളിയോടത്തിലിരിക്കുമ്പം ഒരു സായാങ്കാലത്ത് പടിഞ്ഞാറേ ചക്രവാളത്തിലേക്ക് നോക്കി ഈ രാജ പള്ളിയോടത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഈ കൊട്ടാരക്കടവ് എന്ന് പറയുന്ന ഭാഗത്ത് വന്നപ്പം ഈ പ്രദേശത്ത് ഒരു ദേവീ ദർശനം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ഭദ്രകാളിയുടെ രൂപം അന്തരീക്ഷത്തിൽ കാണാൻ കഴിയുകയും ആ രൂപം താഴേക്ക് നിവദിക്കുകയും ചെയ്തു. അദ്ദേഹം വള്ളത്തോട് അടുപ്പിക്കുകയും പരിവാര സമേതം ഇറങ്ങി വരികയും ഈ പ്രദേശത്ത് വന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ധ്യാനനിഷ്ഠനായി ഇരുന്നു എന്നുള്ളതാണ് ചരിത്രം. ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന മഹാരാജാവ് കൂടി നിന്ന ജനങ്ങളോട് പറഞ്ഞു, ഇവിടെ ഒരു മംഗല മഹാശക്തി കുടികൊള്ളുന്നു. വലിയ താമസമില്ലാതെ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയരും. ഭാരതവർഷമായി അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി അത് വളരും. പുനർനിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിലേക്ക് ജലമാർഗം ദേവി എത്തിയെന്നാണ് ഐതിഹ്യം. അന്നിവിടെ വിളക്ക് കണ്ട ഒരു വീട്ടിലേക്ക് ദേവി കയറി ചെന്നെന്നും ഒരു കഥ ഇവിടെയുണ്ട്. ദേവി ആദ്യമായി ഈ പൊന്മനെ വന്നപ്പോൾ ആ മാലയിൽ വീട്ടിൽ ഒരു ദീപം കണ്ടെന്നാണ് പറയുന്നത്. ദേവി മുതലപ്പുറത്ത് വന്ന് എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. ഒരു പറഞ്ഞു നമുക്ക് അറിയാവുന്നത്. മുതലപ്പുറത്ത് വന്നപ്പോൾ ആ മാലയിൽ വീട്ടിൽ ആ ദീപം കാണുകയും അവിടെ നിന്ന് ദേവി ഇങ്ങോട്ട് വരികയാണ്, ഇവിടെ കുടികൊണ്ടെന്നാണ് ക്ഷേത്രത്തിലെ മാലയിൽ വീടെന്ന് പറയുന്ന എന്താ അവിടെ മാത്രം ഇത്ര വീടുകളുണ്ടായിരുന്നിട്ട് ആ വീട്ടിൽ വന്നതിന്റെ പ്രത്യേകത? ആ വീട്ടിൽ വന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ദേവി ഇവിടെ വരുമ്പോൾ അവിടെ മാത്രമേ വിളക്ക് എത്തിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ വന്നെന്നുള്ള ആ ഒരു സങ്കല്പം. ദേവി എവിടെ നിന്ന് എത്തിയെന്നാണ് പറയുന്നത്? ദേവി ചമ്പക്കുളത്ത് നിന്ന് എത്തിയെന്നാണ് ഇങ്ങനെ നമുക്ക് പഴയ കാലത്തുള്ളവർ പറഞ്ഞു ചെയ്യുന്നത്. ഈ വീട് പിൽക്കാലത്ത് പൊളിച്ചു നീക്കി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരും ക്രുദ്ധയായ ദേവിയെ കണ്ടുവത്രേ. അമ്പലത്തിലെ ഈ മാലയിൽ വര വിളിച്ചപ്പം അവിടെ അത്ഭുതം ഉണ്ടായി. പഴയ വീടല്ലേ? പഴയ വീടായിരുന്നു. എന്താ സംഭവിച്ചത്? അവിടെ ഒരു ഡ്രൈവർ വന്ന ജോലിക്കാരൻ അവിടെ മാറി നിന്നപ്പം ഒരു സ്ത്രീ നടന്നു വരുന്നതായിട്ട് കണ്ട് അങ്ങാടി അല്ല പകൽ ഉച്ച സമയത്ത് അങ്ങാടി തിരിഞ്ഞു നിന്ന് അങ്ങാടി ആ സ്ത്രീ പോട്ടെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ആളെ എങ്ങോട്ടും പോയില്ല. നേരെ തെക്കോട്ട് ആ വീട്ടിലോട്ട് നടന്നു പോയത്. അങ്ങനെ ആ ദേവി തന്നെ. ഈ ക്ഷേത്ര പരിസരത്തായി 5 കിണറുകളുണ്ട്. കടലിൽ നിന്ന് 5 മീറ്റർ മാത്രം അകലത്തിലുള്ള ഈ കിണറുകളാണ് ഇപ്പോഴിവിടുത്തെ വിശേഷം. സമീപത്തെ കിണറുകളൊക്കെ ഉപ്പുവെള്ളം കയറി ഉപയോഗശൂന്യമായിട്ടും ഈ കിണറുകളിൽ മാത്രം ശുദ്ധജലമുണ്ടെന്നാണ് ഈ നാട്ടുകാരുടെ അവകാശവാദം. ക്ഷേത്ര കോമ്പൗണ്ടിനകത്തൊരു കിണറുണ്ട്. കടൽത്തൂരായിട്ട് 10 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ആ കിണർ. ആ കിണറിൽ ശുദ്ധമായ വെള്ളമാണ് കിട്ടുന്നത്.
ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ 4 കിണറുണ്ട്, അതിന് നല്ല ശുദ്ധജലം കിട്ടും. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വഴിയാത്രക്കാർക്ക് വേണ്ടി കുടിവെള്ളത്തിന് സ്ഥാപിച്ചതാണ് ആ കാണുന്ന വലിയ കിണർ. അത് ബ്രിട്ടീഷ് കാലത്തുള്ളതാണ്, ഈ വഴിയാത്രക്കാർക്ക് കുടിവെള്ളത്തിന് വേണ്ടി. പിന്നെ ഈ കിണറെല്ലാം ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളത്. ചുറ്റമ്പലത്തിനകത്ത് 5 മീറ്ററേ ഉള്ളൂ കടലിന്, അതിനും ശുദ്ധജലമാണ്. തൊട്ടപ്പുറത്തോട്ട് മാറി നമ്മൾ കുളം കുഴിച്ചിട്ടുണ്ട്, അവിടെ ഉപ്പുവെള്ളമാണ്. ഈ പരിസരത്തുള്ള എല്ലാ കിണറിലും ഉപ്പുവെള്ളമാണ്. ഈ ക്ഷേത്ര കോമ്പൗണ്ടിലെ കിണറിൽ മാത്രമേ ഉള്ളൂ ശുദ്ധജലം. ശുദ്ധജല ദൗർലഭ്യം അനുഭവിക്കുന്ന 1000-ഓളം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരിലേറെയും ആശ്രയിക്കുന്നത് ക്ഷേത്രമുറ്റത്തെ കിണറുകളെയാണ്. പൊന്മന പഞ്ചായത്തിലെ പൊന്മന എന്ന് പറഞ്ഞ ഒരു വാർഡാണ്. ഈ വാർഡിൽ ഏകദേശം 1000-കണക്കിന് കുടുംബങ്ങൾ ഇവിടെ നിലനിന്ന് വരുന്നു. ആ കുടുംബങ്ങൾക്കെല്ലാം തന്നെ ശുദ്ധമായ ജലം കിട്ടുന്ന കിണറെന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ആദ്യമേ ഉണ്ടായിരുന്ന കിണർ ആ ഒരു കിണറാണ്. ആ കിണറിൽ ഈ പ്രദേശത്ത് മുഴുവൻ ജനങ്ങൾക്കും കുടിക്കാനും പാകം ചെയ്യാനുള്ള വെള്ളം എല്ലായ്പ്പോഴും അതിന് കിട്ടുന്നുണ്ട്. ഒരിക്കലും പറ്റുന്നില്ല ആ കിണറിലെ വെള്ളം. ഈ പൊന്മന പഞ്ചായത്തിൽ ഒരു വീടുകളിലെയും ജലം ഉപയോഗം കുടിക്കാൻ പാകമായ ജലം ആയിരുന്നില്ല. ദേവി ഇവിടെ വന്ന് എന്ന് പറയുന്ന ഒരു വീടുണ്ട് അപ്പുറത്ത് മാലയിൽ. ദേവി ഇവിടെ വന്ന് എന്ന് പറയുന്ന ആ മാലയിലെ വീട്ടിലെ ആ വെള്ളവും പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ വെള്ളമാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പരിസരത്തെ മറ്റ് കിണറുകളിലൊക്കെ വെള്ളം ഉപ്പുമയമായിരിക്കെ ഈ കിണറുകളിലെ വെള്ളം മാത്രം വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ശാസ്ത്രീയമായി യാതൊരുവിധ പഠനങ്ങളും നാളിതുവരെ നടത്തിയിട്ടില്ലെങ്കിലും ദേവിയുടെ കൃപ കൊണ്ടാണിതെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും ഗവേഷണം നടത്തിയിട്ടില്ല. അതിന് ഇത് പ്രത്യേകിച്ച് വലിയ ശാസ്ത്രീയ കാര്യങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. കാര്യം തൊട്ടപ്പുറത്ത് ഇത് ഇവിടെ തന്നെ കുളം കുഴിച്ചിട്ടുള്ളിടത്തെല്ലാം വെള്ളമാണ്, ഉപ്പുവെള്ളമാണ്. ഇച്ചിരി അങ്ങോട്ട് മാറി കുഴിച്ചാലും ഉപ്പുവെള്ളമാണ്. അപ്പോൾ എന്തോ അതിൻ്റെ ഒരു ആത്മീയമായ ഒരു സ്ഥിതിവിശേഷം അതിനുണ്ടെന്നാണ് ജനങ്ങളുടെ ആവേശം. ഇവിടെ കേട്ട കഥകൾ ഞങ്ങൾ അപ്പടി പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ വിശ്വസിക്കാതിരിക്കാം. നാളെ മറ്റൊരു അവിശ്വസനീയമായ കഥയുമായി ഞങ്ങളെത്തും.